സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക. യൗവനക്കാരെ സുബോധം ഉള്ളവരായിരിക്കാൻ, ഇംഗ്ലീഷിൽ അതിന് സൗണ്ട് മൈൻഡ് എന്നാണ് പറയുന്നത്. സുബോധമുള്ളവരായിരിക്കുക, മലയാളത്തിലും അതേ അർത്ഥം തന്നെയാണ്. സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ കോമൺ സെൻസ് ഉള്ളവരായിരിക്കുക, ഏറ്റവും കുറഞ്ഞത് മര്യാദയുള്ളവരായിരിക്കുക, ശാന്തമായിരിക്കുക, നല്ല സ്വഭാവത്തോടെ ആയിരിക്കുക. എന്താണ് സൗമ്യനായിരിക്കുക? സുബോധത്തോടെ. എന്താണ് യൗവനക്കാരായ പുരുഷന്മാർ സുബോധമുള്ളവരായിരിക്കുവാൻ വേണ്ടി പ്രബോധിപ്പിക്കുക. നമുക്കറിയാം, അനേകം പുരുഷന്മാർ തങ്ങൾ പുരുഷന്മാർ എന്ന രീതിയിൽ അഹങ്കരിക്കുന്നവരാണ്. ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങൾ പുരുഷന്മാരാണ് എന്നുള്ള വാക്ക്. ഞാൻ പുരുഷനാണ്, ആണുങ്ങൾക്ക് എവിടെയും പോകാമെന്ന രീതിയിലാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. സ്ത്രീകളായതുകൊണ്ട് മാത്രം നിങ്ങൾ വെളിയിൽ പോകാൻ പാടില്ല, നിങ്ങൾ ശാന്തരായിരിക്കണം എന്ന് പറഞ്ഞ് ചിലർ വഴക്കുണ്ടാക്കാറുണ്ട്. നിങ്ങൾ പോകുവാണ് ഞാനും പോകുമെന്ന് ചില സ്ത്രീകൾ എതിര് പറയാറുണ്ട്. നിങ്ങൾ പോയാൽ ഞാനും പോകുമെന്ന് പറഞ്ഞിട്ട് പരസ്പരം അവർ മത്സരിക്കുകയാണ്. ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ മത്സരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? കുടുംബം നഷ്ടപ്പെട്ടു പോകും, ബന്ധങ്ങൾ ഭിന്നിച്ചു പോകും. നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ തന്നെ ഭിന്നിപ്പിക്കുവാൻ ഇടയാക്കരുത്. കുടുംബത്തെ പാലിക്കേണ്ടതായ കടമ നിനക്കാണ്. സ്ത്രീകൾ ജോലി ചെയ്യുന്ന സമയത്ത് ചില പുരുഷന്മാർ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? ഭാര്യയെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ ജോലിക്ക് പോകാതെ വെറുതെ ഇരുന്നിട്ട് ചീട്ട് കളിക്കുന്ന അനേകരെ എനിക്കറിയാം. അത് അന്യായമാണ്. അതൊരിക്കലും നന്മയാവുകയില്ല. നീ നിന്റെ കുടുംബത്തെ പോറ്റുന്നില്ല എങ്കിൽ നീ അവിശ്വാസിയേക്കാൾ നശിച്ചവനാണ്. ആദാമിനെ ശപിച്ചപ്പോൾ ദൈവം പറഞ്ഞ നീ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ജീവിക്കുമെന്നാണ് പറഞ്ഞത്. പുരുഷനായാൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കണം, ഭാര്യയെയും മക്കളെയും പുലർത്തണം. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർ ഭാര്യയെയും മക്കളെയും പുലർത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കുവാൻ പാടുള്ളൂ. സ്ത്രീധനം കിട്ടുമെന്നാണ് ഒരാൾ പറയുന്നത്. എന്ത് സ്ത്രീധനം? പാവം കഷ്ടപ്പെട്ട് വളർത്തിയ പെൺകുട്ടി നിനക്ക് വിവാഹം കഴിച്ചു തരുന്നതിന് പകരമായി ആ വീട്ടുകാരുടെ സമ്പത്തും ആസ്തിയുമെല്ലാം നിനക്ക് എഴുതി തരണം. ഇത് എന്ത് ന്യായമാണ്? നീയാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ നോക്കിയ സ്ത്രീധനം നീയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്. ആ പെൺകുട്ടി മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞിട്ട് നിന്റെ കൂടെ വരുന്നത് കൊണ്ട് നീ തന്നെ അവളെ നോക്കണം. പുരുഷന്മാർ അധ്വാനിക്കണം, അധ്വാനിച്ച് കുടുംബത്തെ പുലർത്തണം. ഒരു ജോലിയും ചെയ്യാതെ ക്രമം കെട്ട് നടക്കുന്നുവെന്ന് പറയുന്നു. ഒരു ജോലിയും ചെയ്യാത്തവർ തിന്നുവാനും പാടില്ല. സത്യം പറയണം. ജോലി ചെയ്യുന്നവരാണോ കൂടുതൽ കഴിക്കുന്നത്? ജോലി ചെയ്യാത്തവരാണോ? ജോലി ചെയ്യുന്ന ആളുകൾ ഇതാ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അവർ അത് മറന്നുപോകും. അവർ ജോലി ശ്രദ്ധിച്ച് ഇരിക്കുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കുക പോലുമില്ല. ഒരു പണിയും ചെയ്യാത്തവനെ നോക്കൂ, ഭക്ഷണം കഴിച്ചാൽ പിന്നെയും വന്നിട്ട് ചോദിക്കും ഉണ്ടോ എന്ന്. തിന്നുക തന്നെയാണ് പണി. അനേകർക്കും തിന്നുക തന്നെയാണ് പണി. സൂക്ഷിക്കുക. അമിത ഭക്ഷണം കഴിക്കുന്നവർ ദരിദ്രരാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. നീ തീറ്റിപ്രിയനാണെങ്കിൽ നിന്റെ കഴുത്തിന് കത്തിവയ്ക്കുക. നിന്നെ കൺട്രോൾ ചെയ്യൂ. ഭക്ഷണം കഴിക്കാതെ രോഗത്തിൽ അകപ്പെട്ടതിനേക്കാൾ ഭക്ഷണം കഴിച്ചിട്ട് രോഗമുണ്ടാകുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് നാം ആഹാരക്കാര്യത്തിൽ വളരെ ജാഗ്രതരായിരിക്കണം. ആഹാരത്തോട് ആർത്തി കാണിക്കരുത്. ആരാണ് ആഹാരത്തിന് ആർത്തി കാണിക്കുന്നതെന്ന് അറിയാമോ? നായ്ക്കൾ ആഹാരത്തിനായി ആർത്തി കാണിക്കും. ആ നായയുടെ വായിലൊരു എല്ലിൻ കഷ്ണം ഇരിക്കുകയാണെങ്കിൽ അത് എത്ര ദേഷ്യമാണെന്നറിയാമോ അതിന്? അത് എല്ലിൻ കഷ്ണം എവിടെയും കിട്ടിയാൽ വളരെ ആർത്തിയോടെ അതിൻ്റെ പുറകെ പോകുന്നത് കാണാം. അത് കൈ കിട്ടുന്നത് വരെ അത് അടങ്ങിയിരിക്കുകയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയാലോ അതിൽ മാംസം ഒന്നും തന്നെ കാണുകയില്ല, ഒരു എല്ല് മാത്രമായിരിക്കും. അതുപോലെ ഈ കാലത്തും അതുപോലെ അനേകം ആളുകൾ മറ്റുള്ളവരെ പറ്റിച്ച് സമ്പാദിക്കാമെന്ന് വിചാരിച്ച്, മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് സമ്പാദിക്കാമെന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്. എന്നാൽ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന നന്മയെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ദൈവം അതിനെ അനുഗ്രഹിക്കാനിടയാകും. നീ അധ്വാനിച്ചുണ്ടാക്കിയത് അത് അല്പമാണെങ്കിലും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെ ദൈവം അനുഗ്രഹിക്കും. അനേകം ആളുകൾക്കും സമ്പത്തുണ്ടെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അനേകം സമ്പത്തുണ്ട്, പണമുണ്ട്, വസ്തുവകകളും ബിൽഡിങ്സും എല്ലാം ഉണ്ടെന്നാൽ സമാധാനമില്ല. ധനവാന്മാരെ കുറിച്ച് നാം കേൾക്കുന്നു, അവർ സമ്പാദിക്കുന്നു, എല്ലാം അവസാനം ഉപേക്ഷിച്ചിട്ട് പോകുന്നു. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ താൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അനുഭവിക്കുന്നു. അവന് അത്യാഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. ഏതു സമയത്തും ഭാര്യയെ വിഷമിപ്പിച്ചിട്ട് ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ഒരു പെൻഷൻ വന്നെങ്കിൽ പോയി വാങ്ങിച്ചോണ്ട് വാടി, അല്ലെങ്കിൽ PF കിട്ടിയാൽ പോയി വാങ്ങിച്ചോണ്ട് വാടി, നീ ചെല്ല്, അല്ലെങ്കിൽ വസ്തു വിറ്റാൽ വസ്തു വിറ്റു നീ പോയി വാങ്ങിച്ചോണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് 20-30 വർഷമായിട്ടും ഭാര്യയുടെ വീട്ടിലേക്ക് അയക്കുന്നതായ പുരുഷന്മാരെ
എന്താണ് വിളിക്കേണ്ടത്? ഭാര്യയുടെ ചെവിന് കീഴിലാണോ നീ ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ ഭാര്യയെ മക്കളെയും പോറ്റു. അതാണ് ബൈബിളിന്റെ പദ്ധതി, അതാണ് ദൈവത്തിന്റെ പദ്ധതി. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് തക്കതായ ഒരു തുണ വേണം എന്ന് വിചാരിച്ച സ്ത്രീയെ കൊടുത്തു. നീ അവളെ കഷ്ടപ്പെട്ട് പുലർത്തേണ്ടതാണ്. രണ്ടുപേരും ഒരുമിച്ച് ആ കുടുംബം പുലർത്തേണ്ടതാണ്. ഉത്തരവാദിത്തം നിനക്കാണ്. യൗവന പുരുഷന്മാർ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. കുടുംബ ബാധ്യത ഏറ്റെടുക്കുക. എത്ര വരുമാനമാണ്, എത്ര ചിലവുണ്ട്, എങ്ങനെ കാര്യങ്ങൾ നടത്തണം, എങ്ങനെ മുൻപോട്ട് പോകണം എന്നൊന്നും ചിലർ ചിന്തിക്കുകയില്ല. പണം കിട്ടുന്ന സമയത്ത് എല്ലാം ചിലവാക്കിയിട്ട് കടം വാങ്ങിച്ചിട്ട് കടഭാരത്തിൽ മുങ്ങി കുടുംബം മുഴുവൻ കഷ്ടപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബൈബിളിന്റെ ഉപദേശം എന്താണ്? പത്യ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയല്ല. അനുദിനം കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കുടുംബം എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജോലി ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. വീടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഈ കാണുന്ന ആളുകളെല്ലാം നമ്മെ വിട്ടിട്ട് ഒരു ദിവസം പോയേക്കാം. അവസാനം ബാക്കിയാവുന്നത് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളുമാണ്. നിങ്ങൾക്കറിയാമോ ആ കാര്യം? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം അവരുടെ കുടുംബം അങ്ങനെ പോയ ശേഷം ബാക്കിയാവുന്നത് ആരാണ്? അറിയാമോ സഹോദരി? വൃദ്ധരായവർ. ആരാണ്? നിങ്ങൾ രണ്ടുപേരുമാണ് ബാക്കിയാവുന്നത്. നിങ്ങൾ ഒരുമയോടെ ആയിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വാർദ്ധക്യ സമയത്ത് ആയിരിക്കുമ്പോൾ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയാകും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നായി വളർത്തിക്കൊണ്ടുവന്നാൽ അവർ വലുതാവുമ്പോൾ വലിയ ആളുകളായി മാറും. വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുക. ഞാൻ ദൈവവേല ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുവാനിടയായി. ആ ജോലി കിട്ടിയത് വേറൊരു ദേശത്തായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് വേല ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഈ ദേശത്ത് ഈ ചെറിയ സഭ നിങ്ങളെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടും ഇല്ല, എങ്ങനെ മുൻപോട്ട് പോകും? അതുകൊണ്ട് ഇവളെ ജോലിക്ക് വിടുക എന്ന് പറഞ്ഞ സമയത്ത് ഒരുമിച്ച് ദൈവവേല ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എങ്കിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടിയ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ദൈവവേല ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്താണ്? ഭാര്യയ്ക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഞാൻ ദൈവവേല ചെയ്യണമോ? ഞാൻ ദൈവത്തിന് ഇഷ്ടമാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകാനിടയായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ജനിക്കാനിടയായി. 2-3 കുഞ്ഞുങ്ങൾ ജനിക്കാനിടയായി. പിന്നെ ജോലിക്ക് പോകേണ്ടതായ ആവശ്യം ഉണ്ടായില്ല. പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മക്കളെ വളർത്തുക എന്നതാണ്. എൻ്റെ 3 മക്കളെയും വളർത്തുന്നതിന് വേണ്ടി ഞാൻ നാട് മുഴുവൻ അധ്വാനിച്ചപ്പോൾ എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ വളർത്തി. അതുകൊണ്ട് അവർ മുതിർന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. അവരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ അവരെങ്ങനെയായി പോകുമായിരുന്നു? അവർ എന്ത് ചെയ്തേനേയും അവർ വളർന്നിട്ട് എന്തെങ്കിലും ജോലിക്ക് പ്രവേശിക്കുവാനിടയായേനേയും. എന്നാൽ വിശ്വാസിയുടെ കയ്യാൽ വളർത്തപ്പെട്ട മക്കൾ ദൈവത്തിൻ്റെ വേല ചെയ്യാനിടയാകും, വിശ്വാസികളായി മാറും. എൻ്റെ ഭാര്യ അധികം പുറത്തിറങ്ങാറില്ല. അവൾ പിറകിൽ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ കൊച്ചുമക്കളുണ്ട്, അവരെ നോക്കും, അവരെ വളർത്തും. അതാണ് പ്രധാന ജോലി. അല്ലാതെ അവളും ജോലിക്ക് പോവുകയായിരുന്നുവെങ്കിൽ, ഞാനും ദൈവവേലയ്ക്ക് പോയിട്ട് കുഞ്ഞുങ്ങളെ വിട്ടുകളയുമായിരുന്നെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? ആലോചിക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നൽകിയ അവകാശമാണ്, നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അത് മക്കളാണ്. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ കുഞ്ഞുങ്ങളാണെന്ന്. എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ സമ്പത്ത് എൻ്റെ മക്കളാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പാ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അതെത്ര ധൈര്യമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് അപ്പാ ഞാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് 10 പേർ വെളിയിൽ നിന്നുള്ളവർ പറയുന്നതിനേക്കാൾ എത്ര ധൈര്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിന്റെ സ്വന്തം മകൻ നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് നിനക്കിനി വേണ്ടത്? എന്നാൽ ഇന്ന് ആളുകൾ പറയുന്നു, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ സഹായിക്കുന്നില്ല, എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നെ നോക്കാൻ ആരുമില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ നാളെ മക്കളും നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നിന്റെ മക്കൾ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു വീട്ടിൽ പ്രായമുള്ള ഒരു അപ്പച്ചൻ മരിച്ചു പോകാനിടയായി. പാവം. ആ അപ്പച്ചൻ ആ സ്ഥലത്തിന്റെ വെളിയിൽ അവരൊരു കുടിലൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് കിടത്തിയത്. അവിടെ കിടന്ന് പാവം മരിക്കാനിടയായി. അങ്ങനെ ഭാരം ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ആ കട്ടിലൊക്കെ എടുത്ത് മാറ്റി ആ കുടിലൊക്കെ പൊളിച്ച് സമയത്ത് ഒരു പാത്രം അവിടെ കാണാതെ പോകാനിടയായി. അപ്പോൾ ആ പിതാവ് മകനോട് ചോദിക്കുക, എടാ ആ പാത്രം എവിടെ കൊണ്ടുവച്ചു? നിന്റെ അപ്പച്ചന്റെ പാത്രം എവിടെ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അതെടുത്ത് മാറ്റിയെന്നാണ് മകൻ പറയുന്നത്. നിനക്കെന്തിനാണ് ആവശ്യമില്ലാത്ത പാത്രം എടുത്ത് വെച്ചിട്ട് അപ്പം പ്രായമാകുമ്പോൾ തരേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. നീ പ്രായമാകുന്ന സമയത്ത് നിനക്ക് തന്നെ തരാനുള്ളതാണ്. നീ ഏതാണല്ലോ കൊടുത്തത്. വിതയ്ക്കുന്നത് തന്നെ കൊയ്യാനിടയാകും. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് നിന്റെ കുടുംബമാണ്. കുടുംബത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. നീ എവിടെ പോയാലും നീ പോയി ജോലി ചെയ്തിട്ട് നീ വൈകുന്നേരം നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. പക്ഷികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവർ നാട് മുഴുവൻ പറന്ന് നടന്നിട്ട്
വൈകുന്നേരമാകുന്ന സമയത്ത് അവരുടെ കൂട്ടിലേക്ക് മടങ്ങി വരും. ഇന്നത്തെ ആളുകൾ എന്തുകൊണ്ടാണ് ഭവനത്തിൽ വരാത്തത്? എന്തുകൊണ്ട് അവർ മടി കാണിക്കുന്നു? എന്റെ പിതാവ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഒരു നിയമം വെച്ചിരുന്നു. ഞങ്ങൾ എവിടെയൊക്കെ പോയാലും 6 മണിയാകുമ്പോൾ വീട്ടിൽ എത്തിയിരിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മക്കൾ പാതിരാത്രിയായാലും വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? നിങ്ങൾ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ നിങ്ങളത് കാണിച്ചു കൊടുക്കണം. എന്താണ്? കുടുംബം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സ്വർഗത്തിന്റെ സാമ്യമായിട്ടാണ് ദൈവം ഈ ലോകത്തിൽ നമുക്ക് കുടുംബം തന്നിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവം വീട് നൽകിയിരിക്കുന്നത്? നിനക്ക് ഉറങ്ങുവാൻ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ, നിനക്ക് സമാധാനത്തോടെ ആയിരിക്കുവാൻ, നിനക്ക് സന്തോഷത്തോടെ ആയിരിക്കുവാൻ, സ്നേഹം പങ്കുവയ്ക്കുവാൻ, നിനക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ, വിശ്രമിക്കുവാൻ വേണ്ടി. എന്നാൽ അനേകം ആളുകളുടെ കുടുംബം ഇന്ന് നരകമായി മാറിയിരിക്കുകയാണ്. ലോത്തിന്റെ വീട്ടിലേക്ക് വരില്ലെന്ന് ദൈവം പറഞ്ഞു. അകത്തേക്ക് വരൂ, ഭക്ഷണം കഴിക്കൂ, കയറിയിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വരില്ലെന്ന് ദൈവം പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ലോത്തിന്റെ വീട് പാപം കൊണ്ട് നിറഞ്ഞിരുന്നു, നശിച്ചു പോയിരുന്നു. സോദോം ഗൊമോറയിലുള്ള ലോത്തിന്റെ വീട്, അവിടേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. വെളിയിൽ നിന്ന് എത്ര ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്? ഇതെല്ലാം എന്തിനാണ് ചോദിക്കുന്നത് ചോദിച്ചാൽ അതിനും കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരെയും വരുവാൻ അനുവദിക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും വരുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ബെഡ്റൂമിൽ വരുവാൻ, നിങ്ങളുടെ അടുക്കളയ്ക്ക് വരുവാൻ അനുവദിക്കരുത്. എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ തന്നെ ആദ്യത്തെ മുറിയിലിരുന്ന് എല്ലാ പണികളും തീർത്തിട്ട് നിങ്ങൾക്ക് അവരെ പറഞ്ഞുവിടാം. അകത്ത് വന്നിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ കയറുവാനും കട്ടിലിൽ ഇരിക്കുവാനൊന്നും അവർക്ക് ആവശ്യമില്ല. എത്ര കുടുംബങ്ങൾ നശിച്ചു പോകുന്നറിയാമോ? എത്ര പേർ തകർന്നു പോകുന്നറിയാമോ? നിന്റെ വീടിന് ഒരു കാവലുണ്ടായിരിക്കണം. നിന്റെ വീടിനൊരു സംരക്ഷണം ഉണ്ടായിരിക്കണം. നിന്റെ വീട്ടിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. നിന്റെ വീട്ടിൽ യൗവനക്കാരായ മക്കൾ അന്യ യൗവനക്കാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ അനുവദിക്കരുത്. എൻ്റെ ഫ്രണ്ടെന്ന് പറയരുത്. ഫ്രണ്ട് തന്നെ പിന്നീട് കെണിയാകാറുണ്ട്. ഫ്രണ്ടെന്ന് പറഞ്ഞ ജീവിതം നശിപ്പിച്ചവർ എത്രയോ ആളുകളുണ്ട്. എൻ്റെ പ്രാണ സ്നേഹിതൻ തന്നെ എൻ്റെ ജീവന് അപകടമാകുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? യൗവനത്തിൽ തകർന്നു പോകാതെ മക്കളെ സംരക്ഷിക്കൂ. യൗവന മോഹങ്ങളിൽപ്പെട്ട് വീണുപോകാതെ മാതാവായ നീ അത് സംരക്ഷിക്കേണ്ടതാണ്. നിന്റെ മകൾക്ക് നീ ഒരു കാവൽക്കാരിയാണ്. നിന്റെ ഭർത്താവിന് നീ ഒരു കാവൽക്കാരിയാണ്. പുരുഷനായ നീ നിന്റെ ഭാര്യയ്ക്കൊരു കാവൽക്കാരനാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കാവൽക്കാരാണ്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കും. നിങ്ങളെ വിശ്വസിച്ച 5 മക്കളെ തന്നു, 2 മക്കളെ തന്നു. ദൈവം നിങ്ങളോട് നാളെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി അവന് കൊടുക്കും? ഞാൻ മാത്രം നല്ലവണ്ണം ജീവിക്കുന്നുണ്ട്, ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നല്ലവണ്ണം ചർച്ചിൽ പോയി എൻ്റെ മക്കളുടെ കാര്യം എന്നോട് ചോദിക്കരുത് എന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് വെറുതെ ഇരിക്കുമോ? ദൈവത്തിന് നാം ഇതെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യം തീർച്ചയായും ഉണ്ട്. കഴിഞ്ഞ ദിവസം അനേകം ആളുകൾ വന്നിട്ട് എൻ്റെ ഭർത്താവിന് മാറ്റമില്ല, എൻ്റെ മക്കൾക്ക് മാറ്റമില്ല എന്ന് സഹോദരിമാർ പറയുമ്പോൾ എനിക്ക് എന്ത് വിഷമമുണ്ടായി. എൻ്റെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞുപോയി. എങ്ങനെ ഇവരെ മാറ്റുവാൻ കഴിയും കർത്താവേ? ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? ഇവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എത്രമാത്രം പ്രാർത്ഥിക്കണം? പലപ്പോഴും പ്രാർത്ഥന ചെയ്താൽ മാത്രം മതിയാവുകയില്ല. അവരോട് സംസാരിക്കുവാൻ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം അവരോട് മുഖാമുഖം സംസാരിച്ച് അവരുടേതായ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനയോടുകൂടി നാം സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നാം സംസാരിക്കുന്ന വാക്കുകൾ അവർക്ക് പ്രയോജനകരമാകും. ദയവ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരൂ. പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരോട് പറയണം, വഴക്ക് പറയാൻ വേണ്ടിയല്ല കൊണ്ടുവരുന്നത്, പ്രാർത്ഥിക്കാനാണ്. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയണം. പാസ്റ്റർ നിങ്ങളുടെ സഹോദരനാണെന്ന് പറയണം. എല്ലാവരും എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ആണെന്ന് പറയുമ്പോൾ കുറച്ച് ഗൗരവമൊക്കെ ആവും. എന്താണ്? എന്നാൽ ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് യൗവനക്കാരായ മക്കളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മക്കളെ പോലെയാണ്, എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ അവരെ കാണുന്നത്. ഒരു പിതാവിനെ പോലെ, മാതാവിനെ പോലെ അവർക്ക് ഞാൻ സ്നേഹം കൊടുക്കും. ആ രീതിയിലാണ് ഞാൻ ദൈവവേല ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണത്. യേശുക്രിസ്തു വേല ചെയ്തപ്പോൾ നിന്റെ സഹോദരനും അമ്മയും വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? എൻ്റെ അമ്മ വന്നെന്നും പറഞ്ഞ് ഓടിപ്പോയോ? ഇല്ല. ഇതാ എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളാണ് എൻ്റെ സഹോദരന്മാരും എൻ്റെ മാതാവും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും. കണ്ടില്ലേ? ഞാൻ എപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം ഒരു സഭ എന്നത് കുടുംബത്തെ പോലെയാണ് കാണുന്നത്. ഒരു ദൈവവേല ആത്മാവിൻ്റെ ഭാരത്തോടുകൂടി സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. ഇന്ന് കുഞ്ഞുങ്ങളെ ആരും പരിഗണിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ആരും നോക്കുന്നില്ല. അതുകൊണ്ട് യൗവനക്കാരെ പിശാച് തട്ടിക്കൊണ്ടുപോകുന്നു. പിശാച് അവരുടെ മേൽ പ്രവർത്തിക്കുന്നു. യൗവനക്കാരായ മക്കൾ ദൈവത്തിന്റെ ഹിതം ചെയ്യണം. ദൈവത്തിന്റെ പ്രവൃത്തി അവർ ചെയ്യേണ്ടതാണ്. വിവാഹ കാര്യത്തിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അവർക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കരുത്. അവരുടെ വിവാഹം ദൈവത്തിന്റെ ഹിതം പോലെ, മാതാപിതാക്കളുടെ അനുഗ്രഹം പോലെയാണ് നടക്കേണ്ടത്. എന്നാൽ അതിന് എതിരായി നടക്കുന്നതല്ല ദൈവഹിതം. മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ വിവാഹം കഴിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ട് അങ്ങനെ എത്രയോ ആളുകൾ നിർഭാഗ്യവാന്മാരായി പോകുന്നു. കുടുംബത്തെക്കുറിച്ച്
ബൈബിളിൽ എത്രമാത്രം ഉപദേശിച്ചിരിക്കുന്നു. സഭകളിൽ സ്ത്രീകൾ നന്നായിരിക്കണം, പുരുഷന്മാർ നന്നായിരിക്കണം, വൃദ്ധന്മാർ നന്നായിരിക്കണം, യൗവനക്കാർ നന്നായിരിക്കണം, മക്കൾ ദൈവഭക്തിയിൽ ആയിരിക്കണം. ദൈവത്തിന്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെ പറയൂ എന്ന് തീത്തോസിനും അതുപോലെ തിമോത്തിയോസിനോടും പൗലോസ് അക്കാലത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. നീ അത് ക്രമത്തിലാക്കുക എന്നൊരു വാക്ക് നമുക്കിവിടെ കാണാം. നിങ്ങളുടെ സഭയെ നീ ക്രമത്തിലാക്കൂ. അതുകൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. നമുക്ക് വായിക്കാം. 1:5. നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും. ക്രമത്തിലാക്കുക എന്താണ്? ക്രമത്തിലാക്കുക, ക്രമത്തിൽ ആക്കുക, ക്രമത്തിലാക്കുക. അതായത് ശാസനയെ നീ വെറുക്കുന്നുവെന്ന് സങ്കീർത്തനം 50:17 പറയുന്നുണ്ട്. നീ ക്രമക്കേട് നടത്തുന്നവനാണ്. നാം തെറ്റുകൾ ചെയ്യാറുണ്ട്. എന്നാൽ ആ തെറ്റുകൾ നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ, നാം ശാസനയെ വെറുക്കുന്നുവെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ABCDയും AIE പഠിക്കുന്ന സമയത്ത് ടീച്ചർ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആ കുഞ്ഞിൻ്റെ വിരൽ പിടിച്ചിട്ട് എഴുതിക്കാനിടയാകും. പിന്നീട് കൈവിട്ടിട്ട് എഴുതാൻ പറയുമ്പോൾ, എനിക്കൊരു കുഞ്ഞ് അനുജനുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അവനോട് ടീച്ചർ എഴുതാൻ പറയുന്ന സമയത്ത് അവൻ തിരിച്ചായിരിക്കും എഴുതുന്നത്, തല തിരിച്ചെഴുതും. അത് നേരെയാക്കുന്നതിന് വേണ്ടി ഒരുപാട് നാൾ പരിശ്രമിക്കേണ്ടി വന്നു. പലപ്പോഴും ജീവിതത്തിൽ നാം റോങ് റൂട്ടിൽ പോകാറുണ്ട്, തെറ്റായ വഴികളിലൂടെ പോകാറുണ്ട്. നമ്മൾ കേട്ടതായ പ്രസംഗം അനുസരിച്ചോ, നമ്മൾ കേട്ടതായ തെറ്റായ ഉപദേശം അനുസരിച്ച് നാം തീരുമാനമെടുത്തിട്ട് തെറ്റായ വഴിയെന്ന് മനസ്സിലാക്കാതെ അതേ വഴിയിൽ കൂടെ പോകാറുണ്ട്. അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചിട്ട് ഇതാണ് ശരി, ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതാണ് ക്രമപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ക്രമപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. എന്നെ ശാസിക്കൂ, എന്നെ നന്നാക്കിയെടുക്കൂ, എന്നെ നേരെയാക്കൂ. ദാവീദിലെ മഹത്വം എന്താണെന്നറിയാമോ? കർത്താവേ, എന്നെ പരിശോധിക്കണമേ, എന്നെ പരീക്ഷിക്കണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നെ നേരായ മാർഗത്തിൽ നീ നടത്തേണമേ. നോക്കൂ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ പിശാചിന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ പിശാച് അഴിഞ്ഞാടുകയാണ്. ഭാര്യാഭർത്തക്കന്മാരുടെ ഇടയിൽ ഭിന്നത കൊണ്ടുവരുന്നു, കുടുംബാംഗങ്ങളെ തമ്മിൽ തല്ലി പിരിക്കുന്നു, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വഴക്കുകൾ ഉണ്ടാക്കുന്നു, കാര്യങ്ങൾക്ക് ഗൗരവമില്ലാതെയായി മാറുകയാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ദൈവഭയമുള്ള ക്രിസ്തീയ വിശ്വാസികളായ മക്കൾ ഇല്ലാതെ പോകുന്നു. അവർ ലോകപ്രകാരമുള്ളവരാകുന്നു. കാരണം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പരിഗണന കൊടുക്കാത്തത്, നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു പിതാവ് മകനെ ശാസിക്കേണ്ടതാണ്, അവനെ ഉപദേശിക്കണം. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. മകനെ പകയ്ക്കുന്നുവെന്ന്, അതുകൊണ്ട് എപ്പോഴും അവനെ എടുത്തിട്ട് അടിക്കരുത്. വടി ഉപയോഗിക്കാൻ പറഞ്ഞതുകൊണ്ട് എപ്പോഴും അവരെ എടുത്തിട്ട് അടിക്കരുത്. ഒരു ദൈവദാസൻ ഇപ്രകാരം പറയുകയുണ്ടായി, കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ വരൂ, കർത്താവ് ഇവൻ തെറ്റ് ചെയ്ത് ഇവൻ എത്ര അടിയാണ് കൊടുക്കേണ്ടത് എന്ന് പ്രാർത്ഥിച്ചിട്ട് 3 അടിക്കാൻ പറയാണ്. കൈനീട്ട് 1, 2, 3 അങ്ങനെ 3 അടി കൊടുക്കുമായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ പോയി എടുക്കുമായിരുന്നു. എന്നിട്ട് കരയുമായിരുന്നു, മോനെ ഇനി നീ തെറ്റ് ചെയ്യരുത്, അതുകൊണ്ടല്ലേ അടിച്ചത്, ഇനി നീ ഒരിക്കലും തെറ്റ് ചെയ്യരുത്, ഡാഡി അടിച്ചില്ലേ, ആ മോൻ തെറ്റ് ചെയ്ത് കൊണ്ടല്ലേ അടിച്ചത്, ശരി ഡാഡി ഇനിയും ചെയ്യത്തില്ല. എന്താണ്? അതാണ് കുഞ്ഞുങ്ങളെ ശാസിക്കുന്നത്. അടിക്കാൻ പറഞ്ഞതുകൊണ്ട് അടുക്കളയിൽ കിടക്കുന്ന ചൂലെടുത്തിട്ടാണോ കുഞ്ഞുങ്ങളെ അടിക്കുന്നത്? റിമോട്ട് വെച്ചാണോ കുഞ്ഞുങ്ങളെ തല്ലുന്നത്? ഫോൺ വെച്ചാണ് ചിലർ അടിക്കുന്നത്. അങ്ങനെയൊന്നും നിങ്ങൾ അടിക്കാൻ പാടില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്ക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കുഞ്ഞിനെ നീ പഠിപ്പിക്കുക. 4-5 വയസ്സുള്ളപ്പോൾ അവനെ നീ പഠിപ്പിച്ചാൽ അവൻ 12-14 വയസ്സായാലും അവനൊന്ന് മറക്കുകയില്ല. അവൻ ദൈവത്തിന്റെ ഭയത്തിൽ വളർന്നു വരാനിടയാകും. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നടക്കരുത്, ഭിന്നത ഉണ്ടാകരുത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നല്ലവണ്ണം ഉപദേശിക്കാൻ കഴിവുള്ള ദൈവദാസന്മാരുടെ അടുക്കൽ ചെന്ന് പറയുക. അതല്ലാതെ നിങ്ങളുടെ അമ്മയോട് വിളിച്ചു പറയുക, അവർ എന്നിട്ട് മറ്റവരോട് വിളിച്ചു പറയുക, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലാതെ അവിടെ പരിഹാരമുണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ 2 കൂട്ടർക്കും അവരുടെ മക്കളെയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് പലപ്പോഴും മൂന്നാമതൊരാൾ കുടുംബത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മാതാപിതാക്കൾ എപ്പോഴും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാറിയിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശരിയായ ഒരു പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ പക്ഷപാതം കാണിച്ചിട്ട് മകനോടൊരു രീതിയിൽ മകളോട് വേറൊരു രീതിയിൽ, മരുമകനോടൊരു രീതിയിൽ മരുമകളോട് വേറൊരു രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ദുഃഖിക്കേണ്ടി വരും, നമ്മളും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഒരു മനുഷ്യനെ മാറ്റുവാൻ മറ്റൊരു മനുഷ്യന് കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നു, ബൈബിളിന്റെ ആവശ്യം നമുക്കില്ലായിരുന്നു.
ക്ലോക്കിന്റെ സൂചി മാറിക്കിടക്കുമ്പോൾ അത് അഴിച്ചിട്ട് അകത്ത് റെഡിയാക്കി വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു മനുഷ്യന്റെ ബുദ്ധി ശരിയല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ചെന്നിട്ട് അവനെ നേരെയാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ പിന്നെ ചാരായം കുടിക്കുകയില്ലായിരുന്നു. അങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യനെ അങ്ങനെ മാറ്റാൻ കഴിയുന്നത് ആർക്കാണ്? മനുഷ്യന്റെ മനസ്സ് മാറ്റുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് മാറ്റാൻ കഴിയില്ല. നിനക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ മാറ്റുവാൻ കഴിയുമായിരുന്നെങ്കിൽ ആഫ്രിക്കയിലുള്ള ആളുകൾക്ക് അവരുടെ ചർമ്മത്തെ മാറ്റുവാൻ കഴിയുമോ? ചീറ്റപ്പുലിക്ക് തന്റെ പുള്ളികളെ മാറ്റുവാൻ കഴിയില്ല. അതുപോലെ ദോഷം ചെയ്യാൻ ശീലിച്ച മനുഷ്യന് തന്റെ സ്വഭാവത്തെ മാറ്റുവാനും കഴിയില്ല. നിനക്ക് മാറുവാൻ കഴിയില്ല എങ്കിൽ നിന്നെ മാറ്റുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കലേക്ക് നീ ചെല്ലണം. നമുക്ക് രോഗമുണ്ടായാൽ നമുക്ക് രോഗം എടുത്തു മാറ്റുവാൻ കഴിയില്ല. നമുക്ക് വയറുവേദന വരുന്ന സമയത്ത് അതെടുത്തിട്ട് ഇങ്ങനെ ഒറ്റയേറ് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നാൽ നമ്മുടെ വയറുവേദന നമുക്ക് എടുത്തു കളയാൻ കഴിയുമോ? അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടറിന്റെ അടുക്കിലേക്ക് പോകും. ആ ഡോക്ടർ പറയുന്നത് പോലെ നാം ചെയ്യും. അങ്ങനെയല്ലേ? അപ്പോൾ നിനക്ക് നിന്നെ തന്നെ മാറ്റുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിൽ നിനക്ക് കോപം കൂടുതലാണ്. നീ ഭാര്യയെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഭാര്യ നിന്നെ വഴക്ക് പറയും. അപ്പോൾ നിങ്ങൾ നന്നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുകയല്ലാതെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാറുന്നത് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? രണ്ടുപേരെയും മാറ്റുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് എന്നെ മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. കഠിന ഹൃദയമുള്ളവരെ സൗമ്യതയുള്ളവരാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം, ദുർമാർഗികളെ നന്മയുള്ളവരെ മാറ്റാൻ കഴിയുന്ന ദൈവം, കല്ലുപോലുള്ള ഹൃദയങ്ങളെ ഉരുക്കി മഞ്ഞുപോലെയാക്കുവാൻ കഴിവുള്ള ദൈവം. മോശ വളരെ കോപിഷ്ഠൻ ആയിരുന്നു. രണ്ടുപേർ കലഹിക്കുന്നത് കണ്ടപ്പോൾ ഒരുവനെ ചെന്നിട്ട് കൊന്നുകളഞ്ഞു. അത്രമാത്രം കോപിഷ്ഠനാണ്. എന്നാൽ ദൈവം അവനെ മാറ്റിയോ ഇല്ലയോ? നിങ്ങൾ പറയൂ. അവൻ എങ്ങനെയുള്ളവനായി? അവൻ ലോകത്തിലുള്ള സകല ജനങ്ങളിലും വെച്ച് ഏറ്റവും സൗമ്യനായ മനുഷ്യനായി മാറാനിടയായി. അത്രമാത്രം മാറ്റം അവനുണ്ടായി. ഇസ്രായേൽ മക്കളെല്ലാം അവന് നേരെ തിരിഞ്ഞപ്പോൾ അവരോട് കോപിക്കാതെ അവരെ സമാധാനത്തോടെ നടത്താനിടയായി. ദൈവത്തിന് നിന്നെ മാറ്റാൻ കഴിയും. നിന്റെ കുടുംബത്തെ മാറ്റുവാൻ കഴിയും. നിന്റെ ഭാര്യയുടെ സ്വഭാവത്തെ മാറ്റാൻ കഴിയും. ഭർത്താവിന്റെ പ്രവൃത്തികളെ മാറ്റാൻ കഴിയും. മുഴുകുടിയന്മാരായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ദൈവം മാറ്റിയതുകൊണ്ട് ഭാര്യയെയും മക്കളെയും നന്നായി നോക്കിക്കൊണ്ട് സ്വർഗം പോലുള്ള ജീവിതം അനുഭവിക്കുന്നവരുണ്ട്. മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. എത്രയോ ഭാര്യമാർ ഞാൻ ശരിയാവുകയില്ല, ഇവനോടൊപ്പം എനിക്ക് കുടുംബജീവിതം നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ പ്രാർത്ഥന മൂലം അവർ വേർപെട്ട് പോയിട്ടും വീണ്ടും 2-3 വർഷം കഴിഞ്ഞിട്ട് അവർ പിന്നീട് സ്നേഹത്തോടെ സന്തോഷത്തോടെ വന്നിട്ട് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്നതായ എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് സാധിക്കുന്നതാണ്. അവന്റെ സ്നേഹത്താൽ. ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്തി മാത്രം പോരാ, നിന്റെ കുടുംബം കെട്ടിപ്പടുക്കേണ്ടതാണ്. നിന്റെ ഭാര്യയും മക്കളും അനുഗ്രഹിക്കപ്പെടണം. എന്റെ പിതാവ് ഒരു എഞ്ചിനീയർ ആയിരുന്നപ്പോഴാണ് മാനസാന്തരപ്പെട്ട ശേഷം ഞങ്ങളുടെ ചർച്ചിലുള്ള ആളുകൾ വന്നിട്ട്, അങ്ങേപ്പോലുള്ള വ്യക്തി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ അനേകം ആളുകൾ മാനസാന്തരപ്പെടാൻ ഇടയാകും. അപ്പോൾ പിതാവ് പറയുകയാണ്, ഇപ്പോൾ എന്റെ മകന് മാനസാന്തരപ്പെട്ടിട്ടില്ല, എന്റെ മൂത്ത മകൻ മാനസാന്തരപ്പെട്ടിട്ടില്ല. ആരാണ് ആ മൂത്ത മകൻ? ഞാൻ, ജയപാൽ. എന്റെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ല, എല്ലാവരും കുടുംബത്തിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ എല്ലാവരും പറയും, നോക്ക്, അയാൾ സാക്ഷ്യം പറയുന്നു, അയാളുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. ആദ്യം എന്റെ മക്കൾ മാനസാന്തരപ്പെടട്ടെ, അല്ലാതെ ഞാൻ എന്റെ സാക്ഷ്യം എവിടെയും പറയുകയില്ലെന്ന് പറഞ്ഞു. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. 3 മാസത്തിനകമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥന എന്റെ ജീവിതത്തെ മാറ്റാനിടയായി. അതിനുശേഷം എന്റെ അനിയന്മാർ, അനുജത്തിമാർ, ഏറ്റവും ഇളയ 9 വയസ്സുള്ള അനുജനും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇടയായി. എന്റെ കുടുംബത്തിലെല്ലാവരും. നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയും, നിന്നെ മാറ്റുവാൻ കഴിയും, നിന്റെ വീട്ടുകാരെ മാനസാന്തരപ്പെടുത്താൻ കഴിയും. ഇനി എന്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല, എന്റെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ല, എന്റെ കുടുംബത്തിൽ ഇപ്പോഴും കലഹമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്, രണ്ടുപേർക്കും ഒത്തൊരുമ ഇല്ല. ഭാരതത്തിൽ പെട്ടെന്ന് വിവാഹം മോചിപ്പിക്കത്തില്ല, ഒരേ വീട്ടിൽ തന്നെ ആയിരിക്കും, എന്നാൽ മിണ്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കില്ല, പക്ഷെ മിണ്ടില്ല. അമ്മയോട് ചോറ് വിളമ്പാൻ പറയടാ, അമ്മ അച്ഛന് ചോറ് വിളമ്പാൻ പറയുന്നു. വിളമ്പാമെന്ന് പറയടാ, അച്ഛാ അമ്മ ഇപ്പൊ വിളമ്പി തരാമെന്ന് പറയുന്നു. എന്താടാ ഇങ്ങനെ പറയുന്നേ? കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവരാൻ പറയടാ. അമ്മ അച്ഛൻ വെള്ളം കൂടെ ചോദിക്കുന്നു. ആ വെള്ളം നേരത്തെ വെച്ചിട്ടുണ്ടെന്ന് പറയടാ. അച്ഛാ വെള്ളം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇവന്റെ ഇടപാട് കഴിയും. അങ്ങനെ ഓടിക്കാൻ വേണ്ടിയല്ല കുഞ്ഞുങ്ങളെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാരുടെ കലഹം സൂര്യൻ അസ്തമിക്കുന്നവരെ ഇരിക്കുവാൻ പാടില്ല. ഭാര്യാഭർത്താക്കന്മാർക്ക് തീർച്ചയായും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും, അതുപോലെ കലഹം ഉണ്ടാകും. ഞങ്ങൾ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെയും പൊന്നുപോലെയാണ് നോക്കുന്നത്. വിളിച്ചാൽ ഉടൻ തന്നെ എന്താണ് പറയൂ, അങ്ങനെ സമയത്തോടെ പറയുന്ന ആരും തന്നെ ഉണ്ടാകില്ല. എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും.
എന്നാൽ അത് നീട്ടിക്കൊണ്ടുപോകാതെ ഉടൻ തന്നെ അത് ക്രമീകരിച്ചിട്ട് സമാധാനപ്പെട്ട് നിനപ്പ് പ്രാപിച്ചിട്ട് കർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ആ ഭവനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടാകും. വഴക്കുണ്ടാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ പിശാച് അവിടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ കാവൽ അവിടെ ഇല്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കണം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ വരണം. എല്ലാ കുടുംബങ്ങളും ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരണം. പിശാചിന്റെ പ്രവർത്തികളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും വിടുവിക്കപ്പെടണം എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദയവ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്റെ കുടുംബത്തിൽ കലഹമുണ്ട് കർത്താവേ, എന്റെ കുടുംബക്കാർ ഇനി രക്ഷിക്കപ്പെടാനുണ്ട്. പുരുഷന്മാർ പ്രാർത്ഥിക്കുക, എന്റെ ഭാര്യയെ മക്കളെയും പുലർത്താനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്റെ കുഞ്ഞുങ്ങളെ പുലർത്തുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറവുകളെ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യത്തെ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ കലഹങ്ങൾ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ക്രമക്കേടുകൾ കാണണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കൂടെ നീ വരണമേ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിക്കൂ. ജീവനുള്ളവനായ ദൈവം, നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം ദൈവദൂതന്മാരെ നിനക്ക് കാവലാക്കി വെച്ച് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ആശിക്കുന്നു. നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത്? ഭാര്യയായി ഭർത്താവായി നിങ്ങൾ ഒരുമനയോടെ ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതിനേക്കാൾ വലിയ സമ്പത്ത് വേറെ എന്താണ്? നിന്റെ മക്കൾ പ്രയോജനമുള്ളവരായി ജീവിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യം എന്താണ് നിനക്ക് സാധിക്കാനുള്ളത്? കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഞാൻ എന്തോ സമ്പാദിക്കണമെന്ന് വിചാരിച്ച്, അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കണമെന്ന് വിചാരിച്ച് പണത്തിന് പുറകെ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു പറയുക. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കുടുംബമായി ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് കാവലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരും. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു രോഗവും നിന്റെ കുടുംബത്തിലേക്ക് വരാതെ നിനക്ക് സമാധാനം ദൈവം നൽകും. കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഞങ്ങളുടെ കുടുംബത്തിന് നായകനായി നീ തന്നെ ഇരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ പിശാചിന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹമാണ്. കടഭാരത്തിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നീ വരണം കർത്താവേ. ഭാര്യയായ ഞാൻ എന്റെ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. ഭർത്താവായ ഞാൻ എന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നു. മാതാപിതാക്കളായ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങളെ സഹായിക്കാമെന്ന് നമുക്ക് കർത്താവിനോട് ചോദിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പിശാചിന് ഇടമുണ്ടായിരിക്കുവാൻ പാടില്ല ദൈവമേ. ഞങ്ങളുടെ മക്കളിൽ ആരും തന്നെ പിശാചിന്റെ പ്രവൃത്തികൾ അകപ്പെടുവാൻ പാടില്ല. ഒരു വ്യക്തിയെ പോലും ഞങ്ങൾ അവിടെ വിടുകയില്ലെന്ന് അന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഞാനും ഈ ജനവുമെല്ലാം ചെന്നിട്ട് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം നിന്റെ മക്കളായി മാറണം. ഞങ്ങളുടെ കുടുംബമെല്ലാം നിന്റെ സന്നിധിയിലേക്ക് വരേണ്ടവരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണം. കുടുംബമായിട്ട് ഞങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏത് കുടുംബത്തിലാണ് പിശാചിന്റെ കാര്യങ്ങൾ നടക്കുന്നത്? ഏത് പുരുഷനാണ് പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മദ്യപാനികൾക്കും വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.